അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയ ഒരു സമയത്തിൽ 2 സൂറത്ത് ഇറക്കിയത് 114 അധ്യായങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ടല്ലോ. ആ 114 അധ്യായങ്ങളുടെ കൂട്ടത്തില് 2 സൂറത്തുകൾ ഒപ്പം ഇറക്കിയത് ഈ 2 സൂറത്തുകൾക്ക് മാത്രം. ഈ 2 സൂറത്തുകൾ മാത്രമാണ്. ഈ 2 സൂറത്തുകൾക്ക് മാത്രമേ ഒരേ ഒരു പേര് കൊണ്ട് അറിയപ്പെടുന്നുള്ളൂ, സൂറത്തുൽ മുഅവ്വിദത്തൈൻ. ഈ 2 സൂറത്തുകൾക്കും കൂടെ ഒരു പേരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിറക്കിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിഹർ ചെയ്തല്ലോ. ഹബീബാ നബി തങ്ങളെ കൊന്നുകളയാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ല ചെയ്യാൻ സിഹർ ചെയ്തു സാഹിരീങ്ങളായ ആളുകള്. അതായത് 2 പെണ്ണുങ്ങളും ഒരാണും കൂടിയിട്ടാണ് ഹബീബാ നബി തങ്ങളെ സിഹർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്, നബി തങ്ങളെ കൊല്ലാൻ. എങ്ങനെയാ സിഹർ ചെയ്തതെന്നറിയോ? ഹബീബാ നബി തങ്ങളുടെ കോലമുണ്ടല്ലോ, ആ കോലത്തിനെ മെഴുക് കൊണ്ട് നിർമ്മിക്കുകയാണ്. ഹബീബാ നബി തങ്ങളുടെ കോലം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മെഴുക് കൊണ്ട് നിർമ്മിച്ചപ്പോൾ ആ കോലത്തില് 11 ആണികളെയാണ് അടിക്കുന്നത്. 11 ആണികൾ അതിന്റെ തലക്കങ്ങടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ മെഴുകുണ്ടല്ലോ, ഈ മെഴുക് നല്ലൊരു വിശാലമായ ഈത്തപ്പന തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു കിണറുണ്ട്. ആ കിണറിലേക്ക് വലിച്ചെറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ ഉണ്ടല്ലോ നിത്യരോഗിയായിട്ട് മാറുകയാണ്. ദിവസങ്ങളോളം ഹബീബാ നബി തങ്ങൾ കടന്നല്ലോ. അവസാനം സുബ്ഹാനല്ലാഹ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. നബിയെ, ബേജാറാവണ്ട നബിയെ, വിഷമിക്കണ്ട നബിയെ, പ്രയാസപ്പെടേണ്ടതില്ല നബിയെ. നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്, നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഹബീബാ നബിയെ, നിങ്ങളുടെ പ്രയാസങ്ങൾ തീരാൻ ഇതാ ഒരു വിശുദ്ധമായ 2 സൂറത്തുകളെ അള്ളാഹു എന്നിലേക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 സൂറത്തുകളാ ഓതി കൊടുക്കുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഹബീബാ നബി തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്ന, നബിയെ, നിങ്ങളുടെ ഈ രോഗമല്ല, ഇത് സിഹർ ബാധയാണ്. നിങ്ങൾക്ക് സിഹർ ചെയ്തു വെച്ചത് ഇന്നാലിന്ന തോട്ടത്തിലുള്ള ഇന്നാലിന്ന കിണറ്റിലാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിക്കുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു കുറച്ച് സ്വഹാബത്തും കൂടിയിട്ടതാ ആ കിണറ്റിനരികിലേക്ക് പോയപ്പോ ആ കിണറിന്റെ ഭാഗത്തിലുള്ള ഈ തപ്പന മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങൾ പോലും ഈ സിഹറിന്റെ കാഠിന്യം കൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. നഊദുബില്ലാഹ്, നഊദുബില്ലാഹ്, നഊദുബില്ലാഹ്. കരിഞ്ഞു പോയി സഹോദരിമാരെ. എന്നിട്ട് അലിയാർ തങ്ങൾ ആ കിണറ്റിലേക്ക് നോക്കുമ്പോ നഊദുബില്ലാഹ് നമ്മുടെ പൂമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് സാഹിരീങ്ങൾ സിഹർ ചെയ്തു വെച്ച കിണറുണ്ടല്ലോ, ആ കിണറ്റിലുള്ള വെള്ളങ്ങളെല്ലാം രക്തത്തിന്റെ കളറായിട്ട് മാറിയിട്ടുണ്ട്. നഊദുബില്ലാഹ്, നഊദുബില്ലാഹ്, നഊദുബില്ലാഹ്. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും കൂടിയിട്ട് ആ കിണറ്റിലെ വെള്ളം അങ്ങ് വറ്റിക്കുകയാണ്. വറ്റിച്ചു നോക്കുമ്പോ ആ കിണറ്റിന്റെ അടിയിൽ, വെള്ളത്തിന്റെ അടിയിലെല്ലാം ഹബീബാ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്തു വെച്ച വസ്തുവിനെ അലി റളിയല്ലാഹു അൻഹു എടുക്കുകയാണ്. എടുത്തപ്പോൾ നബി തങ്ങൾക്ക് അത് കാണാൻ പൂതിയായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് നബി തങ്ങളെ സിഹർ ചെയ്ത ഈ മെഴുകുമായിട്ട് കൊണ്ടുപോയപ്പോ അതിലടിച്ച 11 ആണികളിൽ നിന്ന് ഒരാണി അങ്ങ് അടർത്താൻ ഹബീബാ നബി തങ്ങൾ നോക്കിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൈപിടിക്കുകയാണ്. നബിയെ, അടർത്തല്ലി യാ റസൂലല്ലാഹ്. ഓത് നബിയെ, ഓരോ ആണിയും എടുക്കുമ്പോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഒന്നാമത്തെ ആണി എടുത്തു, മിൻ ശർരി മാ ഖലഖ്. രണ്ടാമത്തെ ആണി എടുത്തു, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ ومن شر حاسد إذا حسد قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
ലിന്നാസ്. ഈ 11 ആയത്തുകൾ ഓതിയിട്ട് ഹബീബ നബി തങ്ങളെ സിഹർ ചെയ്യാൻ, നബി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മെഴുകിന്റെ മേൽ അടിച്ചു വെച്ചതായ ആണികൾ മുഴുവനും ഓരോ നൂരിയെടുത്തപ്പോയ അള്ളാഹുവിന്റെ റസൂലിന്റെ പനി സുഖമാകുന്നത്, നബി തങ്ങളുടെ തല പൊങ്ങുന്നത്, ഹബീബ നബി തങ്ങൾ തളർന്നു പോയിട്ടുണ്ട്, നബി തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാതെയായിട്ടുണ്ട്, നബി തങ്ങൾ പനി പിടിച്ച് തളർന്നു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പനിയെല്ലാം മാറി നബി തങ്ങൾ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് ആ സിഹർ മുഴുവനും ബാത്തിലായിട്ട് വരുന്നത്. ഈ ആണികൾ മുഴുവനും എടുത്ത ആ സിഹറിനെ ബാത്തിലാക്കിയപ്പോഴാണ്. എന്നിട്ട് ഹബീബ നബി തങ്ങൾ പറഞ്ഞല്ലോ, സിഹർ ചെയ്യുക എന്നുള്ളത്, മാരണപ്പണി എടുക്കുക എന്നുള്ളത്, എന്നെ നഊദു ബില്ലാഹ്, അത് വൻദോഷമാണ്, വൻദോഷമാണ്, പാടില്ല 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 പാടില്ല. അല്ലാഹുവേ കാക്കണേ റബ്ബേ. ഞങ്ങൾ ഏർവാടിയിൽ പോയിരുന്നു. ഞങ്ങൾ ഏർവാടി ശുഹദാക്കന്മാരുടെ മക്ബറയുടെ ചാരത്ത് ഞങ്ങൾ ഇങ്ങനെ കൂട്ട സിയാറത്ത് ചെയ്യുമ്പോ ഒരു നല്ല സുന്ദരിയായ ഏകദേശം ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇങ്ങനെ ഇബ്രാഹിം ബാദുഷാന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തകിടം മറയുകയാണ്, കുത്തിമറഞ്ഞ് കളിക്കുകയാണ്. നഊദു ബില്ലാഹ്, കണ്ടാൽ അത്ഭുതപ്പെടും. ആ പ്രിയപ്പെട്ട മകളുടെ തൊട്ടടുത്തായി, ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ തൊട്ടടുത്തായി അവരുടെ മാതാവും പിതാവും ഉണ്ട്. അവരുടെ മാതാവും പിതാവുമുണ്ട്. ആ കുട്ടി ഇങ്ങനെ പടഞ്ഞ് കളിക്കുകയാണ്. എന്നിട്ട് ഉയരങ്ങളിലേക്ക് പൊന്തിയിട്ട് അങ്ങനെ തായോട്ട് വീഴുന്നു. ഇബ്രാഹിം ബാദുഷാന്റെ മക്ബറ കണ്ടവരില്ലയോ? ബാദുഷാന്റെ മക്ബറ കണ്ടവരില്ലയോ? ഏർവാടി ദർഗയുടെ മുമ്പിൽ കുറച്ചു നേരം പോയി നിന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചുപങ്ങളെ, നമ്മൾ ആരും ഇല്ലാതെയായി പോകും. കാരണം നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് അപ്പയാ ഓർമ്മ വരിക. നമ്മളൊക്കെ സ്വർഗലോകത്തിലാ ജീവിക്കുന്നത്. നമുക്കൊരു പ്രയാസവും ഇല്ല എന്ന് ഇബ്രാഹിം ബാദുഷാന്റെ മുമ്പിൽ അങ്ങ് വന്നു നിൽക്കുമ്പോ ആരും ചിന്തിച്ചു പോകുന്നതാണ്. കാരണം സിഹർ ബാധയേറ്റുകൊണ്ട്, ഹാസിദീങ്ങളുടെ ഹസദയേറ്റുകൊണ്ട്, കണ്ണന്മാരുടെ കണ്ണേറ്റുകൊണ്ട്, ഫത്താനിങ്ങളുടെ ഫിത്തനയേറ്റുകൊണ്ട്, സുബ്ഹാനല്ലാഹ് പൈശാചികമായ ശർറേറ്റുകൊണ്ട് ഇബ്രാഹിം ബാദുഷാന്റെ മുമ്പില്, അബൂ താഹിർ ബാദുഷാന്റെ മുമ്പില് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ശുഹദാക്കന്മാരുമായ മഹാന്മാരായ ഏർവാടി ശുഹദാക്കന്മാരുടെ മുമ്പില് ശൈത്താന്മാരുടെ ബാധയേറ്റുകൊണ്ട് കരയുന്ന പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടാകുന്ന മനുഷ്യന്മാരെ കാണുമ്പോ ഒരു തുള്ളി കണ്ണുനീറിയ ഇബ്രാഹിം ബാദുഷാന്റെ മണ്ണിൽ ഉറ്റിക്കാതെ നമുക്ക് തിരിച്ചു പോരാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഏർവാടിയിൽ പോയപ്പോ ഞങ്ങൾ ഒരുപാട് കഥകൾ ഞങ്ങൾ കാണാറുണ്ട്. അതിൽ എന്റെ മനസ്സിനെ ഏറ്റവും വിഷമിപ്പിച്ച കഥ ഇതാണ്. ആ ഏകദേശം 8 വയസ്സായ പൊന്നുമോള് കാണാൻ നല്ല രസമുണ്ട്. ആ പൊന്നുമോൾ ഇങ്ങനെ മതക്കം മറയുന്നതാ കാണുന്നത്. ഞങ്ങൾ ആ പിതാവിന്റെ അരികിലേക്ക് ചെന്നു. ഞങ്ങൾ ആ പിതാവിനെ സമാധാനിപ്പിച്ചു. പിതാവ് കരയുകയാണ്. ഞങ്ങൾ ചോദിച്ചു, പാഹ എന്താ മകൾക്ക് പറ്റിയത്? എന്താ മകൾക്ക് പറ്റിയത്? ആ സമയത്തിൽ ആ പിതാവ് പറയാ, ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ പൊന്നുമോൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം ഉസ്താദേ. എന്റെ പൊന്നുമോൾ നല്ല ആക്റ്റീവായിരുന്നു, ഒരു കുഴപ്പവുമില്ലാത്ത മകളായിരുന്നു ഉസ്താദേ. ഒരു 6 മാസം മുമ്പ് എന്റെ മകൾക്ക് വല്ലാത്ത ക്ഷീണം വന്നു, പനി വന്നു. ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഒരുപാട് മരുന്ന് തന്നു. പക്ഷേ പനി മാറും, പിന്നെയും പനി വരും, പിന്നെയും മാറും, പിന്നെയും വരും, പിന്നെയും മാറും, പിന്നെയും വരും. അവസാനം കുട്ടി തളരാനായി ഉസ്താദേ. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു, എന്താണ് ഈ കുട്ടിയുടെ രോഗമെന്നറിയുന്നില്ല, എന്ത് പറ്റിയെന്നറിയുന്നില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെല്ലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവസാനം ഒരുപാട് ആളുകളുടെ അരികിൽ ചെന്നു. അവസാനം ചിന്തിച്ചു, ഉസ്താദേ എന്റെ പൊന്നുമോളെ ഞാൻ വാരിയെടുത്തുകൊണ്ട് ഇബ്രാഹിം ബാദുഷാന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഉസ്താദേ ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോ എന്റെ പൊന്നുമോൾ ബാദുഷാന്റെ മുമ്പിലെത്തിയപ്പോ എന്റെ പൊന്നുമോൾ പനിച്ച് തളർന്നു കിടക്കുന്ന പൊന്നുമോൾ അങ്ങ് എഴുന്നേറ്റുകൊണ്ട് ആർപ്പും വിളിയും അട്ടഹാസങ്ങളും ഓടലും പായലും ഇടിയും കുത്തുമായിട്ട് അങ്ങനെ കഴിഞ്ഞു. അവസാനം എന്റെ പൊന്നുമോളുടെ ബാക്കിൽ പാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു. അവസാനം അവസാനം ആ പൊന്നുമോൾ ബാദുഷാന്റെ മക്ബറയുടെ മുമ്പിൽ വന്നിട്ട് കടന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോകൂല. ആ സമയത്തിലാണ് ഉപ്പ ചോദിക്കുന്നത്, നിങ്ങൾ ആരാ? ഞങ്ങൾ ഇവളെ കൊല്ലാൻ വേണ്ടി കടന്നു വന്ന ശൈത്താന്മാരാ. നിങ്ങൾ
എവിടെ നിന്നാ വന്നിട്ടുള്ളത്? ഞങ്ങൾ ഇന്നാലിന്നാളുടെ അരികിൽ നിന്നാ വന്നത്. ആരായാൽ നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞു വിട്ടത്? സുബ്ഹാനല്ലാഹ്. ആ സമയത്തിൽ ഈ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ. ആ പിതാവ് പറയാ, ഉസ്താദേ, ബാത്തുഷാന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണല്ലോ ഞാൻ ഈ സംസാരിക്കുന്നത്. ഉസ്താദേ, ഞാൻ കളവ് പറയുകയല്ല. ചോദിച്ചു ആ മകളോട്, എങ്ങനെയാ നിങ്ങളുടെ അരികിലേക്ക് ഈ ശൈത്താൻ വന്നത്? കൊല്ലാൻ വേണ്ടി പിശാച് വന്നത് എവിടെ നിന്നാ? ഇന്നാലിന്നൊരു സ്വാമിയുടെ അരികിൽ നിന്നാണ്. എന്തിനാ നിന്റെ അരികിലേക്ക് അയാൾ പറഞ്ഞു വിട്ടത്? ആരായാൾക്ക് പറഞ്ഞു വിട്ട? ആരായാളുടെ അരികിൽ പോയി നിന്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടത്? ആ സമയത്തിൽ ഈ പൊന്നുമോള് മറുപടി കൊടുത്തത് എന്തെന്നറിയോ? ഈ പിതാവിന്റെ, അതായത് ഈ കുട്ടിയുടെ വാപ്പയുടെ അനുജനുണ്ടല്ലോ, ആ അനുജന്റെ ഭാര്യയാണ് ഈ പണിയെടുത്തത്. നഊദുബില്ലാഹ്. അന്വേഷിച്ചു, എന്താ കാരണം എന്തെന്നറിയോ? കാരണമെന്തെന്നാ മറ്റൊന്നുമല്ല, ഈ അനുജന്റെ ഭാര്യ ചെടി നല്ലതുപോലെ വളർത്തുന്ന ആളാണ്. ഇടക്കിടക്ക് മനോഹരമായ ചെടിയുടെ ഇടയിൽ നിന്ന് പുഷ്പം, പൂവുകൾ കാണാതെയാകും. അങ്ങനെ ഒരുപാട് പ്രയാസത്തിലായി. അവസാനം ആരാണ് ഈ പൂവെടുത്തു കൊണ്ടുപോകുന്നതെന്നറിയില്ല. അവസാനം ഈ പെണ്ണ് ഒരു പണി ഒപ്പിച്ചു വെച്ചതാണ്. നഊദുബില്ലാഹ്. ഈ പൂവ് പറിച്ചു കൊണ്ടുപോകുന്നത് മറ്റാരുമല്ല, അനുജന്റെ ഭാര്യ ചിന്തിച്ചത് ഏതോ മക്കളാണിത് കൊണ്ടുപോകുന്നത്, ആരോ ശത്രുത കാരണം നശിപ്പിക്കുകയാണെന്നാ ചിന്തിച്ചു പോയത്. പക്ഷേ ഈ പൂവുകൾ പറിച്ചു കൊണ്ടുപോയത് മറ്റാരുമല്ല, ചേട്ടന്റെ മകൾ. ഈ മകൾ തന്നെയാണ് ഉസ്താദിന്റെ മകളാണ് ആ പൂ പറിച്ചിട്ടുള്ളത്. ആ പൂവ് പറിച്ചവർക്കെതിരെയായിട്ട് ചെയ്തു വെച്ചതായിരുന്നു. ഉസ്താദേ, ആ ചെയ്തു വെച്ചത് എന്റെ പൊന്നുമോൾക്കായിട്ടുള്ളത് സിഹർ ബാധയേറ്റതാണ് ഉസ്താദേ എന്റെ പൊന്നുമോൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട പിതാവ് ഇങ്ങനെ പൊട്ടി കരയുകയാണ്. ആ മനുഷ്യനാവട്ടെ 2 ഹോട്ടലിന്റെ ഉടമയാണ്, 2 ഹോട്ടലിന്റെ മുതലാളിയാണ്. സുബ്ഹാനല്ലാഹ്. സാധുവായൊരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് പാവപ്പെട്ടവനെന്നല്ല. അയാളുടെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തയമുണ്ട്, നല്ല മനോഹരമായ താടി വെച്ചിട്ടുണ്ട്, നല്ലൊരു കുടുംബമാണ്. എന്ത് ചെയ്യാൻ ഹബീബാ നബി തങ്ങൾക്ക് പോലും സിഹർ ബാധ ഏറ്റതല്ലയോ? നബി തങ്ങൾക്ക് സിഹർ ബാധ ഏറ്റപ്പോയല്ലയോ വിശുദ്ധമായ സൂറത്തുൽ ഫലഖും സൂറത്തും നാസും ഇറക്കിയത്? അല്ലാഹുവേ, ഈ വിശുദ്ധമായ 2 അധ്യായങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കാരെങ്കിലും റബ്ബേ സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നീ ബാത്തിലാക്കണേ അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ഫത്താനീങ്ങളുടെ ഫിത്നയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി സിഹർ ചെയ്യല്ലേ. ആ സിഹർ ചെയ്യുക എന്നുള്ളത് വലിയ പാപമാണ്. നഊദുബില്ലാഹ്. പടച്ചതമ്പുരാൻ പൊരുത്തപ്പെട്ടു തരട്ടെ. അല്ലാഹു പുറത്തു തരാത്ത ശിക്ഷയാണ്. അല്ലാഹുവേ, മാഫ് നൽകണേ റബ്ബേ. ആ